നിയമസഭാ തെരഞ്ഞെടുപ്പിന് സെമി ഫൈനലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പടി മുന്നോട്ട് വെച്ചുകൊണ്ട് പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടാണ് UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ സൈലന്റായി നിന്നുകൊണ്ട് UDFന്റെ ഓരോ നീക്കങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ UDFന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടാണ് LDFും അതുപോലെ BJP നിൽക്കുന്നത്. ഇനി അടുത്തത് ആര് ചെക്ക് വെക്കും, അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. രാഹുൽ ഏട്ടാ, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണോ, അതോ CPM തന്നെ വീണ്ടും തുടരുമെന്നാണോ? അല്ല, ആര് അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്ന്. അത് ജനങ്ങളുടെ വോട്ടിന്റെ അവകാശം, അത് പൗരന്റെ അവകാശമാണ് ആരെ തിരഞ്ഞെടുക്കണം, ആരെ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളത്. നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതനുസരിച്ചായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ. കാരണം പാർട്ടികൾ എന്ന് പറയുമ്പോൾ CPM ആണെങ്കിലും BJPക്ക് അത്രത്തോളം ഘടകകക്ഷികളില്ല. പക്ഷേ കോൺഗ്രസ് ആണെങ്കിൽ പോലും ഒരുപാട് ഘടകകക്ഷികളുള്ള, ഒരുപാട് നേതാക്കന്മാരുള്ള, ഒരുപാട് പാഠവ പരിചയമുള്ള ആളുകളുള്ള പാർട്ടികളാണ് ഈ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPI ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും. പക്ഷെ അവിടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ഫാക്ടർ ആകും എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഫാക്ടർ ആകുന്നത് ഇപ്പോഴത്തെ ഭരണമാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം അത് ഏറ്റവും കൂടുതൽ ചോദ്യചിഹ്നമാകുന്ന ഒരു വിഷയമാണ്. കാരണം ഇതുവരെ ചെയ്തിരുന്ന എല്ലാ ഇമേജും തകർക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. ഇന്നേ വരെ CPM കോട്ടകൊത്തളങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എല്ലാ കൊട്ടാരങ്ങളും ഇടിഞ്ഞു വീഴും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് എല്ലാ അനാലിസിസും ചിലപ്പോൾ CPMനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്നും ആ പാർട്ടിയിലുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ ഒരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ബൈ ഇലക്ഷനുകളാണെങ്കിലും നോക്കിക്കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഒരു മാറ്റമുണ്ട്. ജനങ്ങളുടെ പാറ്റേണിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടെ തന്നെ BJPക്ക് കുറേയേറെ ലക്ഷ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ റിപ്പോർട്ട് വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകൾ മുഴുവൻ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ശബരിനാഥനെ ആദ്യമേ തന്നെ ഒരു മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മുന്നിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി വോട്ട് ചോദിക്കുകയാണ്. ആദ്യമേ സ്ഥാനാർത്ഥി ഇറക്കിയത് കൊണ്ട് ആദ്യമേ ജയിക്കണമെന്നില്ല. രാവിലെ ഹർഷ എടുത്ത് ചോദിക്കുന്നത്, ഹർഷ ഇപ്പോൾ ഒരു യുവ മാധ്യമ പ്രവർത്തകയാണ്, സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. എന്ത് കണ്ടിട്ടായിരിക്കും ഈ പ്രാവശ്യം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുക? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു പാർട്ടി എന്ന നിലയിൽ CPM എന്നും മുന്നിൽ തന്നെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു അവസാന നിമിഷമാകുമ്പോൾ അതെല്ലാം തച്ചെടുക്കുന്ന രീതിയിലാണ് CPMനെ സംബന്ധിച്ച് വിവാദങ്ങൾ കത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ CPMനെതിരെ വരുന്ന പരാതികൾ എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചിലർക്കിടയിലെങ്കിലും ഭരണവിരുദ്ധത പ്രകടമായിട്ടുണ്ടെങ്കിൽ പോലും, ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോൺഗ്രസിന് എത്രത്തോളം, കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും വളരെ ചുരുക്കം തന്നെയാണ്. ഭരണമാറ്റം വേണം, പക്ഷെ കോൺഗ്രസും CPMും അല്ലാതെ ഒരു പാർട്ടി കൂടി വേണം, അല്ലെങ്കിൽ BJP ആണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇന്നിപ്പോൾ കേരളത്തിൽ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു തുടർ ഭരണം, അല്ലെങ്കിൽ പിണറായി വിജയൻ 3.0 എന്ന് പറയുന്നത് പോലെ അതിന് മുന്നോടിയായി തദ്ദേശം CPMന് അനുകൂലമാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നേരത്തെ ഇവിടെ നമ്മുടെ പ്രതിനിധി രാഹുലും ഹർഷയൊക്കെ പറഞ്ഞതുപോലെ UDFന് ഒരു കാലവും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ എഡ്ജ് ലഭിക്കാത്തൊരു സാഹചര്യമാണ്. അത് അവരുടെ സീനിയർ നേതാക്കൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF ജയിച്ചു, പകുതിയോളം ജയിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ എൻ്റെ ടേക്ക് എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 10 വർഷം നിങ്ങൾ പറഞ്ഞ ആൻറ്റി ഇൻകംബൻസി വികാരം ആദ്യത്തെ 5 വർഷവും അത് കഴിഞ്ഞ് തുടർന്നുള്ള രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഉയർത്തിക്കാട്ടിയിരുന്നു. നോക്കൂ, ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്നത് നിങ്ങൾ പറയുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളല്ല. അത് ഒരു പരിധി വരെ 30% ആൾക്കാരെ ബാധിക്കാം. മറ്റുള്ള അടിസ്ഥാന വർഗത്തിൻ്റെ, സാധാരണക്കാരൻ്റെ, തൊഴിലാളികളുടെ വിഷയങ്ങളെ, പ്രശ്നങ്ങളെന്തുമാവട്ടെ, അത് അഡ്രസ്സ് ചെയ്ത് പോകാൻ കഴിഞ്ഞ 10 വർഷത്തോളം കാലം ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വർധനവ് നടത്തിയില്ലേ? അതേപോലെ എത്രയോ പദ്ധതികൾ. ശ്രീമാൻ പിണറായി വിജയൻ, നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിൽ എന്താണ് തെറ്റ്? കേരളത്തിന് എന്ത് മാറ്റമാണ്? ആ മാറ്റമെല്ലാം ഇവിടുത്തെ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണവും അവർ നടപ്പിലാക്കിയ ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ എപ്പോഴും പുച്ഛത്തോടെ ആയിരിക്കും കാണുന്നത്. കാരണം പിണറായി വിജയന്റെ ഈ വാക്കുകൾ തന്നെ പലപ്പോഴും ട്രോളായി മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ പെൻഷന്റെ കാര്യത്തിൽ ചീത്ത വിളിക്കുന്ന ജനങ്ങളുണ്ടെന്നേ. ഇവിടെ പെൻഷൻ എത്ര രൂപ കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു, ഇതെല്ലാം കൂടെ ഒറ്റ പെൻഷൻ ആക്കിയിട്ട് ആ പെൻഷൻ വീണ്ടും കുറച്ചതിന് ശേഷം വീണ്ടും കൂട്ടുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. അപ്പം പെൻഷന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പിണറായി വിജയനെ എതിർക്കുന്ന ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു അനാലിസിസ് പോയിന്റ് നോക്കിയാൽ മതി. കഴിഞ്ഞ
ബൈ ഇലക്ഷൻ, അത് പഞ്ചായത്തുകളുടെ ബൈ ഇലക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. CPM കയ്യിലിരുന്ന ഭൂരിഭാഗം വാർഡുകളും കോൺഗ്രസ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ബൈ ഇലക്ഷൻ, അതായത് പഞ്ചായത്തുകളുടെ ബൈ ഇലക്ഷൻ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ട്രെൻഡ് ഇപ്രാവശ്യം അത് വർക്കൗട്ട് ആയിക്കൂടെ? അത്തരം ട്രെൻഡുകൾ വർക്കൗട്ട് ആവില്ല. കൃത്യമായി നേരത്തെ ഇപ്പോൾ രാഹുൽ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ പരിധി, ഇന്നലെ ഞാൻ പറഞ്ഞതിനകത്ത് ഒരുപാട് തെറ്റുണ്ട്. ഒരുപാട് തെറ്റില്ല, ഇത്തരത്തിൽ കവടിയാറ് നിലവിൽ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്, ഓരോ വോട്ടിന് ജയിച്ചതാണെന്നുള്ള പരാമർശങ്ങൾ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഡേറ്റ നോക്കേണ്ട കെബിനെ എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അതെനിക്ക് പറഞ്ഞു വന്നപ്പോൾ പറ്റിപ്പോയത് തെറ്റാണ്. അതായത് ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പുതുമുഖമായ അദ്ദേഹം കവടിയാറിൽ നിന്ന് മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കഴിഞ്ഞതിന് BJPയുമായി അവിടെ തോറ്റത് ഓരോ വോട്ടിനാണ്. അത് CPM 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ആദ്യഘട്ടത്തിൽ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഒരുപാട് യുവതി യുവാക്കളൊക്കെ തന്നെ അതിനകത്ത് കൊണ്ട്, ഇപ്പം നീതു പോലെ വൈഷ്ണവ് പോലെയുള്ള, വൈഷ്ണവൊക്കെ ലോ അക്കാഡമിയുടെ അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ, അവരെ പോലുള്ള നല്ല നേതാക്കന്മാരും അതുപോലെ നല്ലൊരു മൊത്തത്തിൽ പരിഗണിക്കാൻ പറ്റുന്നൊരു പട്ടിക എന്ന് പറയുന്നത്. പക്ഷേ നോക്കൂ, ഈ 3ാം സ്ഥാനത്ത് നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 സീറ്റുമായി നിൽക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് 1ാം സ്ഥാനത്തെത്തുക? അതിൽ ചരിത്രങ്ങൾ പലപ്പോഴും തിരുത്തി എഴുതിയിട്ടുണ്ട്. പാരമ്പര്യമാണ്, ചരിത്രമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്ന മുറയ്ക്ക്, അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ 2015 അവസാനമായിട്ട്, 2015 തീരുമ്പോഴാണ് അവസാനമായിട്ട് അവിടെ കോൺഗ്രസ് പ്രതിപക്ഷമായിട്ട് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 10 വർഷമായി അവിടെ ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായ ഇലക്ഷൻ സ്ട്രാറ്റജി നടത്തുന്ന കെ മുരളീധരനെ പോലുള്ളവരൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞാലും CPMൽ നിന്ന് ആ നഗരസഭ പിടിച്ചെടുക്കുന്നതിൽ വളരെ പിന്നോട്ട് പോകും. 2ാം സ്ഥാനത്തേക്ക് അവിടെ UDF പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് 50 സീറ്റുകൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആ 50 സീറ്റുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് UDF പറയുന്നത്. UDF അതിനകത്ത് പറയുന്ന മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം BJPയെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവിടെ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് BJPക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, ഈ ആക്ഷേപങ്ങൾ BJPക്ക് തിരിച്ചടിയാവുമെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അല്ലെങ്കിൽ BJPയിലുള്ള ആളുകൾ പോലും അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം അതൊരു ചർച്ചയാവുന്ന ഒരു വിഷയമാണ്. അങ്ങനെയെങ്കിൽ UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയൊരു ഇടുത്തിയായിട്ട് UDFന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു 50 അല്ലെങ്കിൽ 51 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക്? അല്ല, അതിൽ ഉയർത്തിക്കാട്ടുന്നത് ആ പോയിന്റുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള നീതുവിന് വഴുതക്കാട് സീറ്റല്ലേ, വഴുതക്കാട് സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള സന്ദേശങ്ങളിലൂടെ ഈ നഗരസഭയ്ക്കകത്തൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഇത്ര ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് UDF. അല്ല, അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ പാർട്ടിയിലുള്ള ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, അവിടെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കല്ല. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രസിഡന്റ് ഇത് തള്ളി പറയാത്തടത്തോളം കാലം അദ്ദേഹത്തിന്റെ മണ്ടയ്ക്കാണ് ഇത് കിടക്കുന്നത്. അപ്പം ഈ ഒരു വിഷയം അദ്ദേഹം തള്ളി കളയേണ്ടതാണ്, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു മാനസിക വിഷമത്തെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ഓടി തഴമ്പിച്ചൊരു വിഷയമാണ് എന്ന് പറയുന്നത്. ഇന്നലെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ജയിക്കുന്ന 5 സ്ഥാനാർത്ഥികളിൽ ഇത്ര പേരെ പറയുന്നത്, അതായത് ഈ നീതു, വൈഷ്ണ, അതേപോലെ ശബരിനാഥ്, അങ്ങനെ ഒരു പട്ടിക പറയുന്നുണ്ട്. അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കത്തക്കത്തിലുള്ള ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് അവിടെ നടക്കുന്നുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലത്തും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന്. ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരും കോൺഗ്രസ്സുകാരാന്നേ, അതാണ് അതിന്റെ ടെസ്റ്റ്. ഇപ്പം CPMലുള്ള ആളുകളാണെങ്കിലും BJPയുള്ള ആളുകളാണെങ്കിലും ഇവരെല്ലാം ഒരു കോൺഗ്രസ് മൈൻഡുള്ള ആളുകളാണ്. ജനാധിപത്യ ബോധമുണ്ടോ? നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ്. അത് മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആത്യന്തികമായിട്ട് കോൺഗ്രസ് പലപ്പോഴും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതൊരു ആൾക്കൂട്ട പാർട്ടിയാണ്. നല്ലൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ സാധാരണ തട്ടിപ്പെട്ടി അപ്പോഴേ ചടപടാൻ നിന്നിക്കും. അതാണ് കോൺഗ്രസിന്റെ ഒരു ശൈലി. ഇപ്പൊ അവിടെ മുരളീധരൻ വരുന്നു. മുരളീധരൻ കൃത്യമായിട്ട് നല്ലൊരു നേതാവാണേ. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഇറങ്ങി അദ്ദേഹം കൃത്യമായിട്ട് ആളുകളെ പഠിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. അപ്പം ഒരു നേതാവ് വന്നിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ നേരത്തെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ആരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ആരെയൊക്കെ ജയിക്കുമെന്ന്. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇത്രത്തോളം സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ പിന്നിലുള്ള PR പരിപാടികൾ, എന്ത് പറഞ്ഞാലും PR എന്ന് പറയുന്നത് നമുക്ക് കൃത്യമാണ്. അല്ല, അങ്ങനെ ശ്രദ്ധ ലഭിക്കും, ശരി, ശ്രദ്ധ ലഭിച്ചോടെ ഒരു മാധ്യമ അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്ന കാര്യമൊന്നും വൈഷ്ണവ് പോലുള്ളവരും തള്ളി പറയുന്നില്ല. സ്ഥിരമായി മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി വൈഷ്ണവ് പോലുള്ളവരൊക്കെ സമരത്തിന് മുമ്പിൽ ശ്രീ സാന്നിധ്യം എന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അവർക്ക് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു, സമ്പത്ത്, SP ദീപകിനെ പോലുള്ളവർ വരുമ്പോൾ അവിടത്തേക്ക് അത്ര സുഖകരമാവില്ല മത്സരം. നോക്കൂ,
നിങ്ങളിപ്പോൾ ഒരു നമ്മുടെ പഴയ മേയറെ മത്സരിപ്പിക്കുന്നുണ്ടോ? ആരാണ്? ആര്യ രാജേന്ദ്രൻ അല്ലേ? അതെ. ആര്യ രാജേന്ദ്രൻ നിലവിൽ മത്സരിക്കുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പുള്ളിക്കാരിക്ക് മറ്റ് നിയമസഭ ഏതെങ്കിലും തിരുവനന്തപുരത്തെ അല്ല, ഞാൻ തിരുവനന്തപുരത്തുള്ള കുറച്ച് പേരോടൊക്കെ സംസാരിച്ചപ്പം മേയർ ഒന്ന് മത്സരിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു, മേയർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാഹുലിനെ പോലുള്ള കുറച്ച് കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയ ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജി നമ്മൾ അതെ കോൺഗ്രസ്സുകാരൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അതെ ആ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ പേഴ്സണലി ആക്രമിക്കുകയും അവരെ നിർത്തിയിരുന്നെങ്കിൽ മേയർ കുട്ടിയെ ഒന്ന് തോൽപ്പിക്കാമായിരുന്നു എന്ന് വ്യാപകമായ ക്യാമ്പയിൻ അടിച്ചു വിടുന്നു. നോക്കൂ, ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് ആര്യ രാജേന്ദ്രന്റെ പക്വതയെ പറ്റിയും പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ചോദ്യം ചെയ്തതാണ്. അത് വേറൊരു സാഹചര്യമാണ്. അതായത് ആര്യ രാജേന്ദ്രൻ മേയറാവുന്നത് അവിടെ രാഷ്ട്രീയമല്ലേ? ഒരു പഞ്ചായത്തിൽ ഒരു മേയറായിട്ട് നിൽക്കുന്ന ആൾക്ക് പൊളിറ്റിക്കൽ ബോധമില്ല എന്ന് പറയുന്നതാണോ ശരി? പൊളിറ്റിക്കൽ ബോധമല്ല, പക്വത വന്ന ജേർണലിസ്റ്റും പക്വതയുള്ള ആരെ തെരഞ്ഞെടുത്ത ആരാണ്? അവിടുത്തെ CPM അല്ലേ? അത് CPM-ന് തിരിച്ചടി ആവില്ലേ? ആര്യ രാജേന്ദ്രനെ മേയർ ആക്കിയത് CPM-ന് തിരിച്ചടി ആകുമോ ഇല്ലയോ? ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ ഇതിനു മുമ്പ് ആർക്കറിയാമായിരുന്നു? ഇന്നലെ ഞാൻ ഇത് പറഞ്ഞതാണ്. അതായത് ആർക്കും അറിയില്ലായിരുന്നു. അവിടെ സംഘടനാ പ്രവർത്തനം ആർക്കും അറിയാത്ത ഒരാളെ കൊണ്ടുവന്ന് അതെ അത്തരത്തിൽ മേയറാക്കി ഇന്ന് തിരുവനന്തപുരത്തെ ആളുകൾ അനുഭവിക്കുന്ന ഇത്രയും മാനസികാവസ്ഥ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എത്രയോ 1.5 കോടി രൂപ ചെലവാക്കി ഒരു കുളമൊക്കെ പണിത്. കഴിഞ്ഞ ദിവസം രാഹുൽ 150 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് 150 ലക്ഷം എന്ന് പറയുന്നത് എന്തിനാണ് 1.5 കോടി എന്ന് പറഞ്ഞാൽ 150 ലക്ഷം എന്ന് പറയുമ്പോ ഒരു വലിപ്പമുണ്ടല്ലോ. അതെ അതെ, അത് ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ടാണ് അതിന്റെ കമന്റിൽ തന്നെ ആളുകൾ ചോദിച്ചു 150 ലക്ഷമോ? അപ്പം 1.5 കോടി സുഖമായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ആര്യ രാജേന്ദ്രനെതിരെയുള്ളൊരു എന്താണ് ഒരു എതിർവികാരം ഉണ്ട് തിരുവനന്തപുരത്ത് ഇല്ല എന്നൊന്നും പറയുന്നത്. അത് മുഴുവൻ CPM-നെയും ബാധിക്കുകയില്ലേ? അത്തരത്തിലൊന്നും ബാധിക്കില്ല. വേറെ ലീഗാണ് രാഹുലെ CPM എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറിയുടെ പാഠം. തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വി ജോയ് എന്ന് പറയുന്ന വർക്കല ഹകാറിനെ തോപ്പിച്ചിട്ട് വന്ന വ്യക്തിയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, വർക്കല എന്ന് പറഞ്ഞാൽ UDF-ന്റെ കുത്തക മണ്ഡലത്തിൽ നിന്ന് പണി പഠിച്ച് തെളിഞ്ഞ് അവിടെ ജയിച്ചു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം 3ാം സ്ഥാനത്തായിരുന്നു CPM പോയത്. അതെ അതെ അതെ, അല്ല, അത് ആർക്കാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു. അതെ, തദ്ദേശവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ സാന്നിധ്യം എല്ലാം ചർച്ച ചെയ്തു പോകേണ്ടതാണ്. ഇനിയിപ്പോൾ ശശി തരൂരിനെതിരെ പാർട്ടിയിൽ തന്നെ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ശശി തരൂർ ആ വോട്ടിന് വിജയിച്ചു കയറുന്നത്. അപ്പോൾ കൃത്യമായി എന്റെ ഒരു നിരീക്ഷണം, എന്റെ ടേക്ക് എന്ന് വെച്ചാൽ, അതായത് 1ാം സ്ഥാനത്തേക്ക് LDF വരികയും 2ാം സ്ഥാനത്തേക്ക് BJP-യോ കോൺഗ്രസോ കപ്പിനും ചുണ്ടിനിടയിൽ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ 1ാം സ്ഥാനം നിലനിർത്തുകയും വീണ്ടും ഇപ്പൊ നിലവിൽ 34 സീറ്റ് പിടിച്ചിട്ടാണ് BJP അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു സീറ്റ് മറികടക്കാൻ എന്തായാലും കോൺഗ്രസിന് സാധിക്കുമെന്നൊരു വിശ്വാസമാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇപ്പൊ 9 സീറ്റ് 10 സീറ്റ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പം CPM-ന്റെ ഇരിക്കുന്ന പല സീറ്റുകളും കോൺഗ്രസിലേക്ക് പോകും. അപ്പം CPM-ൽ തന്നെ അവിടെ ഒരുപാട് വിഷയങ്ങൾ പടലപ്പണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. യാഥാർത്ഥ്യമായിട്ട് നമ്മൾ നോക്കി ഇപ്പം പലപ്പോഴും പല മാധ്യമങ്ങളാണെങ്കിൽ ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ CPM ഓണം കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട്. അവിടെ നിശബ്ദമായ അടിത്തട്ടിൽ പ്രവർത്തനം ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഇവിടെ പടലപ്പണക്കങ്ങളുണ്ട് CPM-നുള്ളിൽ തന്നെ. അവിടെ അവർക്കും ഘടകകക്ഷികളുണ്ട്, CPM-നും ഘടകകക്ഷി. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് കോഴിക്കോട് നമ്മൾ തിരിച്ച് ഇപ്പം ഹർഷയുടെ ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ കുറേ പേരുകൾ പറയുന്നത് അതായത് ദീപ്തി മേരി വർഗീസ് ഇന്ന് ആണെങ്കിൽ പേര് അത്രയും പരിചിതമല്ലാത്തൊരു മുഖത്തിന്റെ പേരൊക്കെ മേയർ സ്ഥാനാർത്ഥിയുടെ ഉയർത്തി കടന്നു. വി ഡി സതീശന്റെ ജില്ലയാണ്. വി ഡി സതീശൻ നേരിട്ടിറങ്ങി നിന്ന് കോർപ്പറേഷൻ പിടിക്കേണ്ട ഒരു അവസ്ഥയാണ്. കുറച്ചും കൂടെ, അതായത് തിരുവനന്തപുരം ജില്ലയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ UDF-ന് പിടിക്കാൻ കഴിയുന്ന, UDF-ന് കൂടുതൽ MLA-മാരുള്ള, അല്ലെങ്കിൽ UDF-ൽ മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു ആധിപത്യമുള്ളൊരു ജില്ല എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ എന്തായിരിക്കും എറണാകുളം കോർപ്പറേഷന്റെ സാധ്യതകൾ? വി ഡി സതീശനെ സംബന്ധിച്ച് സ്വന്തം ജില്ല ആയതുകൊണ്ട് തന്നെ LDF-ൽ നിന്നും ഈ ഒരു ജില്ല തിരിച്ചു പിടിക്കണമെന്നുള്ളത് വി ഡി സതീശന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, LDF അധികാരത്തിലിരിക്കുന്ന നമുക്കറിയാം പല കോർപ്പറേഷനുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ LDF അത്രത്തോളം അപ്രമാദിത്വത്തിലുള്ള പല സ്ഥലങ്ങളിലും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടി കച്ചി കെട്ടി ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് കൃത്യമായി. അതായത് നോക്കുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിൽ എല്ലായിടത്തും കോൺഗ്രസിന്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് CPM
അല്ല, ആദ്യഘട്ട പട്ടികകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എറണാകുളത്തെ സംബന്ധിച്ച് വി ഡി സതീശന്റെ മണ്ഡലമാണ്, സാധ്യതകൾ എങ്ങനെയായിരിക്കും? വി ഡി സതീശനാണ് ചാർജ് കൊടുത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു. പക്ഷേ വി ഡി സതീശന് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിനു മുമ്പേ നടന്നു പോയിട്ടുള്ള എല്ലാ ബൈ ഇലക്ഷനുകളും നിയന്ത്രിച്ചത് വി ഡി സതീശനായിരുന്നു. അപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ തോറ്റു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നൊക്കെ അദ്ദേഹം ഒരുപാട് തവണ വെല്ലുവിളി, വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിലും പറഞ്ഞായിരുന്നു. അതെ, അത്തരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നടത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ടാക്ടിക്സ് ഉണ്ട്. മറ്റ് കോർപ്പറേഷൻ, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF ശക്തി ഇല്ലെങ്കിൽ എറണാകുളത്തേക്ക് അത്രത്തോളം ശക്തിയുള്ള ഒരു മണ്ഡലമാണ്. കൃത്യമായിട്ട് സംഘടനാ വർക്ക് നടക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളിൽ കുറച്ച് ജില്ലകളിൽ ഒന്ന് മാത്രമാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് UDF അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പം ഇവിടെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പം ആ ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും CPM അത്രത്തോളം ശക്തി കേന്ദ്രമാകാൻ കഴിഞ്ഞില്ല. അപ്പം ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം എന്ന് പറയുന്നത്. നല്ലൊരു ഫൈറ്റ് എറണാകുളത്ത് നടക്കും. അത് ഇപ്പം നമ്മൾ പറയുന്ന രീതിയല്ല. അപ്പം കണ്ണൂരൊക്കെ പണ്ട് ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ എപ്പോഴും മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് കണ്ണൂരല്ലത് അങ്ങനെ പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യം ഇന്ന് കണ്ണൂർ നോക്കൂ. കണ്ണൂർ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അടിത്തറയുള്ള ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് എറണാകുളം ഇപ്പോൾ മുഴുവനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് മണ്ഡലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഏറ്റവും ക്ലച്ച് പിടിക്കാൻ കഴിയുന്ന മണ്ഡലം എന്തായാലും എറണാകുളം ആയിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ തെക്കൻ ജില്ലകൾ നോക്കുമ്പോൾ കൊല്ലത്താണ് ഒരു വിഷയമാണ്. കൊല്ലത്തിന്റെ സാഹചര്യം എങ്ങനെയായിരിക്കും? കൊല്ലത്തിന്റെ സാഹചര്യം LDF കോട്ടയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPIയിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോക്ക്, CPIയിൽ നിന്ന് പോയവർ എങ്ങോട്ടൊക്കെ പോകുന്ന വലിയ ചോദ്യമുണ്ട്. അവർ CPM എത്തിയെന്നുള്ളതാണ് നിലവിലെ കഴിഞ്ഞ ദിവസത്തെ വാർത്ത. അതിൽ കുറെ പേര് കോൺഗ്രസിലേക്ക് പോയി. പക്ഷെ കൂടുതലും കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തവരൊക്കെ തന്നെ CPM നമുക്ക് ഈ ഫൈറ്റ് നടക്കുമ്പോൾ, അതായത് CPM-ഉം CPI-യും തമ്മിൽ ഫൈറ്റ് ഉണ്ടെങ്കിൽ ചില പഞ്ചായത്തുകൾ കോൺഗ്രസിനോട് എത്താൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതായത് ഈ CPI വിട്ടുപോയി കഴിഞ്ഞാൽ, അതായത് LDF വിട്ടുപോയി കഴിഞ്ഞാൽ UDF-നോടൊപ്പം എത്ര നാൾ നിൽക്കും? അവരുമായി അങ്ങോട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു മാനസിക അടുപ്പത്തിലായിരിക്കില്ല ഇവരുടെ പൊളിറ്റിക്സ്. CPM-നാണ് അത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മൾ CPM നേതാക്കന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവര് കോൺഗ്രസിലേക്കല്ല പോകുന്നത്, BJP-യിലേക്കാണ് പോകുന്നത്. കാരണം കോൺഗ്രസിനോട് അവർക്ക് അത്രത്തോളം അടുത്ത് നിൽക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. കാരണം വർഷങ്ങളായിട്ടുള്ള വൈരാഗ്യമായിരിക്കും. അവര് അടുത്ത മണ്ഡലങ്ങളിൽ നിന്ന് വർഷങ്ങളായിട്ടുള്ള വൈരാഗ്യം കാരണം കോൺഗ്രസ് പാർട്ടിയിൽ ചെല്ലാൻ. ഇപ്പം രാഹുൽ സൂചിപ്പിച്ചല്ലേ, ഇപ്പൊ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കോൺഗ്രസിലേക്ക് ഒരു വലിയ ഒഴുക്ക് കിടക്കുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇത്തരത്തിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പക്ഷേ കൊല്ലം മണ്ഡലത്തിൽ നമ്മളൊരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ മുകേഷ് MLA-ക്ക് 2 തവണയാണ് CPM ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മുകേഷിനെതിരെ അവിടെയുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പ്രതിഫലിക്കൂ. ചിലപ്പോൾ അത് തദ്ദേശത്തിൽ പ്രതിഫലിക്കാം. കാരണം അതിന് ഒരുപാട് അജണ്ടകളുണ്ടെന്ന്. ഇപ്പം CPM-ൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ കൊല്ലത്തെ സംബന്ധിച്ച് CPI-ക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ണായിരുന്നു കൊല്ലം എന്ന് പറയുന്നത്. അപ്പം CPI അവിടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ അത് എങ്ങനെ CPM-നെ അല്ലെങ്കിൽ LDF-നെ ബാധിക്കുന്നത് നമ്മൾ നോക്കിക്കണ്ട് അറിയേണ്ട ഒരു സാഹചര്യമാണ്. പിന്നീട് തൃശ്ശൂരിലേക്ക് വരികയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ നടക്കാൻ. അവിടെ ഒരു ഈ സപ്തസംഗമം എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ മറ്റേ കിച്ചടി കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. അതായത് ഇപ്പൊ കോൺഗ്രസ് ആണോ, CPI ആണോ, CPM ആണോ, BJP ആണോ, CPI CPM പോലെ കോൺഗ്രസ് പോലെ അങ്ങനെ മൊത്തത്തിൽ എന്തായിരിക്കും ഹർഷയെ നമുക്ക് അവസാനമായി അവസാനിപ്പിക്കാൻ കഴിയുന്നത്? വരും തെരഞ്ഞെടുപ്പ്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുരുക്കം നാളുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സമയമാണ്. ഇനിയും കോൺഗ്രസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും കോൺഗ്രസിന്റെ വിധി നമുക്ക് പറയാൻ സാധിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങളെങ്കിലും കോൺഗ്രസ് കുറച്ചുകൂടി കഠിന പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സ്വപ്നങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ സ്വപ്നം എന്ന് പറയപ്പെടുന്ന നമ്പറുകളിലേക്ക് കോൺഗ്രസിന് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.